ഉം. അയക്കിതുവരെ മനസ്സിലായില്ല നീ ആരാന്ന്. ഏയ് ഇല്ലില്ല. ഞാൻ പറഞ്ഞാരും എന്തേ അന്വേഷിച്ചോ? അതൊക്കെ അന്വേഷിച്ചു. എൻ്റെ ഒരു കൊളീഗേ അയാളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ആ എന്നിട്ട്? ആള് ഭയങ്കര കോഴിയാ. കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ശരിക്കും? എന്തു പറ്റി മോളെ? ശബ്ദം അങ്ങ് താന്നു പോയല്ലോ. എടി കളിപ്പിക്കാതെ കാര്യം പറ. എടി ആളൊരു പാവമാ. ആള് പണ്ട് ഭയങ്കര കോഴിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പെങ്കൊച്ചായിട്ട് പ്രേമത്തിലായി. എന്താ പറയുക, ഒരു വൺ വുമൺ മാൻ പ്രേമം. അവൾ തേച്ചിട്ട് പോയി. അതിൻ്റെ ഹാങ് ഓവറിൽ ഇപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കണേ. ഇതൊക്കെയാണ് വാർത്തകൾ. അയാളുടെ പാരൻസ് ഒക്കെ? അപ്പം അതും അറിയത്തില്ലേ? പിന്നെ എന്തുവാ ഇത്ര നാളും ചാറ്റിക്കൊണ്ടിരുന്നേ? അല്ല, പാരൻസ് ഒക്കെ പാലക്കാട് തറവാട്ടിലാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആ, അത് സത്യവാ. അവിടുത്തെ വലിയ തറവാട്ടുകാരാ. അപ്പം എങ്ങനാ മോളെ, അടുത്ത് തന്നെ രണ്ടും കൂടെ സെറ്റാവുമോ? പിന്നെ സെറ്റ് അങ്ങനെയൊന്നുമില്ല. നിനക്കറിയാലോ, ഞാൻ എന്നെ തന്നെ വെറുത്ത് ഇവിടെ വന്നേ. ചുറ്റുമുള്ള എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ അങ്ങ് മാറി. അതിനൊരു കാരണം അയാളും കൂടിയാ. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നിനക്ക് അയാളെ നോക്കിക്കൂടെ? അയാളും ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുക, നീയും ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുക. ഒരാളെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് അതിലും നല്ലൊരാൾക്ക് കടന്നു വരാനെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ആണോ? നോക്കാവേ. മോള് വെച്ചിട്ട് പോയേ. തൽക്കാലം ഇതിൽ സംസാരിച്ചാൽ മതി. തന്നെ ഞാൻ ശരിക്കും ഒന്ന് പഠിക്കട്ടെ. ചിലപ്പോൾ നീ ഒരു കോഴിയാണെങ്കിലും. അപ്പോൾ ഗുഡ് നൈറ്റ്. Apati teteku, apati to, apati kut kut kut. Ananap, ananap, ananap bacaye. Apati, apati, apati tetekna. Apati ya, apati tete. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ അങ്ങോട്ട് കയറി വരായിരുന്നതാ. പിന്നെ തന്നെ സൂംബ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഓഫീസിൽ പോവാ. ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. അതിൻ്റെ ഹാങ് ഓവറിൽ ലോങ് ലീവിലായിരുന്നു. തിരിച്ചു കയറാൻ സമയമായി. ഇനി അങ്ങോട്ട് ഞാൻ എപ്പോൾ വരും പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വന്തം വീട് പോലെ നോക്കണം. അല്ല, അപ്പം നീ ഇങ്ങോട്ട് വരത്തില്ലേ? അങ്ങനല്ല, എന്നാലും ചില ദിവസം വരവൊക്കെ കണക്കായിരിക്കുള്ളൂ. നല്ല പണിയുണ്ടാവും. ഇപ്പോൾ ടോട്ടൽ പ്രൈവസി ആയല്ലോ. ഞാൻ നിൽക്കട്ടെ. ശരി. അല്ല, ഫോൺ നമ്പർ? അതിനിപ്പോ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഓൻ ഓഫീസിൽ പോയി വരട്ടെ എന്നേ. എടി അതല്ല, ഡെയിലി ഇങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ എന്തോ പോലെ. എന്ത്? അതിന് നിങ്ങൾ സെറ്റ് ആവാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നല്ലോ. എടി മാരോന്തേ, ഇത്ര ദിവസം ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കി ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ
ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പ്രപ്പോസ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അതെ, ഞാൻ എൻ്റെ നമ്പർ തരാൻ വിട്ടുപോയി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നോട്ട് ചെയ്തോ. ആ പറഞ്ഞു. 9037579799. അതാ എൻ്റെ നമ്പർ. ആ, ഞാൻ സേവ് ചെയ്തേക്കാം. ഓക്കെ. ആ എടോ, ആ വൈകുന്നേരം ഒരു ഡിന്നറിന് പോകാൻ താര ഫ്രീ ആണോ? ആ ഞാൻ ഫ്രീ. എന്താ വിളിച്ച? താര. അല്ല, ആര്യ. താര, വീട് കോഴിക്കോട്. അങ്ങനല്ലേ താൻ ചാറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞേ. ഇതെൻ്റെ വീടാ. ഇവിടെ നിന്ന് എന്നെ എങ്ങനെയൊക്കെ ഒളിഞ്ഞു നോക്കിയാലും ഞാൻ കണ്ടുപിടിക്കും. അപ്പം എങ്ങനെയാ, വൈകുന്നേരം ഒരു വെജിറ്റേറിയൻ ഡിന്നറിന് പോകാൻ ഓക്കെ ആണോ? പക്ഷെ എവിടെ പോവും? ആര്യാസി പോയാലോ?